എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണസദ്യയുടെ ഭാഗമായി ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മസാലക്കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മസാലക്കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മസാലക്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ്: ഗ്രീൻ പീസ് കുറച്ചെടുക്കാം. ഞാൻ അളവ് പറയുന്നില്ല, ആൾക്കനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. ഇവിടെ കുറച്ച് ഗ്രീൻ പീസ്, ഇത് പച്ചയാണ്. ഇനി ഉണങ്ങിയതാണെങ്കിൽ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുക്കണം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ചതുരത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. സവോള ചെറിയതൊന്ന് ചെറുതാക്കി നുറുക്കിയത്. ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഒരു 1/2 കപ്പ്. പച്ചമുളക് 3-4 ചെറുതാക്കി കഷ്ണങ്ങളായി അരിഞ്ഞത്, അത് എരിവിനനുസരിച്ച് എടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ. വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂൺ. അത് രണ്ടും ചെറുതായിട്ട് അരിയണം. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. മറ്റേ മുളക് പൊടി വേണമെങ്കിൽ എടുക്കാം, ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തുള്ളത്. മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഗരം മസാല ആവശ്യത്തിന് എടുക്കാം, ചിലത് നല്ല മണം ഇതൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ഇവിടെ എടുക്കാൻ പോണത്. ഉപ്പ് ആവശ്യത്തിന്. കറിവേപ്പില ആവശ്യത്തിന്. തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് മസാലക്കറി വഴറ്റാൻ പോണത്. പിന്നെ കടുക് പൊട്ടിക്കാനും കുറച്ച് വെളിച്ചെണ്ണ എടുക്കണം. അപ്പോൾ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. കടുക് ആവശ്യത്തിന് നമുക്ക് വറവിടാൻ വേണം. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ 3 ഇൻഗ്രീഡിയൻസും, അതായത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, കിഴങ്ങ്, മഞ്ഞളും ഉപ്പും പുരട്ടിയിട്ട് കുക്കറിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു വിസിൽ വന്നാൽ മതി, അധികം വെന്തുടയരുത്. മസാലക്കറിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നത് കഷ്ണങ്ങൾ ആദ്യം ഒന്ന് വേവിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഉടയാതെ കിട്ടണം. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് വഴറ്റാം. മസാലക്കറിക്ക് ഞാൻ കടുക് പൊട്ടിക്കാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കാം. കറിവേപ്പില കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ്. അതൊന്ന് തൊട്ടതിന് ശേഷം പച്ചമണം മാറി ഇനി പച്ചമുളകും സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ വേവിച്ച് വെച്ച കഷ്ണത്തിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിടാവും. ഇവിടെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. നാളികേര കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം സവോള നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2.5 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒന്ന് വഴന്നിട്ട് ഗരം മസാലപ്പൊടി ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി. ഇത് വഴന്നു. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇവിടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പൊന്നും ചേർക്കണ്ട. കുരുമുളക് പൊടി വേണമെങ്കിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം ഒന്ന് നീട്ടി പറലൻ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം, തക്കാളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. പക്ഷേ ഇതിപ്പോൾ സദ്യയ്ക്ക് വിളമ്പണമെന്നാണല്ലോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലേൻ്റെ സൈഡിലൊക്കെ വിളമ്പണമെങ്കിൽ ആണ് ആ പോലെയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. ഇനി ഇതിൽ നിങ്ങൾക്ക് വല്ലാതെ ഡ്രൈ തോന്നുകയാണെങ്കിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്താലും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മസാലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.